സോ പൊടിച്ചപ്പ് ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഗെയിമർ എക്സ്പ്ലോയ്സ്. ഇന്ന് നമ്മൾ ഒത്തിരി നാൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കാരണം ഇത്ര നാൾ ഞാൻ ഇവിടെ അല്ലായിരുന്നു, വേറെ സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇന്നെങ്കിലും പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ബ്രൊക്കേനിൽ നിന്നാണ്. ഓക്കെ, ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ, എൻ്റെ പുറകിരിക്കുന്ന നീലൊരു കാറ് കണ്ടാൽ ഈ കാർ നമ്മൾ ഇന്നൊരു റേസ് കാറാക്കാൻ പോകുന്നു. ഇതെല്ലാം ഫ്രീ ആണ്. ഒരു റോബക്സ് പോലും കാര്യം കാണാത്തന്നെ ഇതെല്ലാം ഫ്രീ ആണ്. അപ്പോൾ ഈ കാർ ഏതെന്ന് വിചാരിക്കുവാണ്. ഇവിടെ കുറേ പുതിയ കാറൊക്കെ വന്ന് അതിൽ ഈ ജീപ്പിൻ്റെ നീല വണ്ടിയുടെ ഇപ്പുറത്തിരിക്കുന്ന ഈ ഒരു ലൈറ്റ് ഗ്രീൻ വണ്ടിയാണ്. അത് ഞാൻ സ്പോൺ ചെയ്ത് ഇവിടെ ആയിരിക്കും. ഇവിടെ സ്പോൺ ചെയ്യാൻ പറ്റിയില്ല. ഇത് നീ എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഫ്രണ്ടിലോട്ട് ഇച്ചിരി കയറ്റി വെക്കട്ടെ. എന്ത് ഫസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്പർ മാറ്റണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ഇടുക. ഞാൻ ഇപ്പോൾ 95 നമ്പർ അടിക്കണം. ഓക്കെ ഗൈസ്, നമ്മൾ തിരിച്ചു വന്നു. 95 എന്നുള്ള നമ്പറാണ് ഞാൻ ഇപ്പോൾ ഇവിടെ അടിക്കാൻ പോകുന്നത്. കറുപ്പ് കൊള്ളത്തില്ല, അതുകൊണ്ട് ഞാൻ ഈ ഒരു നീല കളറൊക്കെ കൊടുക്കുകയാണ്. ഇഷ്ടമുള്ള കളർ എടുക്കാം. വെഹിക്കിൾ അപ്ഗ്രേഡ് കിട്ടുവാണെങ്കിൽ കളറും മാറ്റാം വണ്ടിയുടെ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു കളർ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ഇതൊക്കെ ഇട്ട് വർക്ക് ചെയ്യാം. പിന്നെ അടുത്ത റിംസ് മാറ്റണം. ഇത് ഫ്രീ ആണ്, എങ്ങനെയാണെന്നറിയില്ല. എനിക്ക് വണ്ടിയുടെ ഇഷ്ടമുള്ള ഒരു റിംസ് എടുക്കാം നിങ്ങൾക്ക്. ഞാൻ ഇവിടെ ഒരു കടുനീല റിമ്മ് കണ്ടായിരുന്നു, അതെടുക്കാൻ നോക്കുക. ആകുമ്പോൾ വണ്ടിയുടെ ഒപ്പം മാച്ചാകും. അതാണോ തോന്നുന്നു ഇതിൻ്റെ അപ്പുറത്ത്. അതെ, ഇത് റിംസ് ഉണ്ടോ വണ്ടിയുടെ ഒപ്പം മാച്ചാകുന്നു. കടുനീര് ഇനിയാണ് വേറെ 2-3 പണികൾ ചെയ്യാൻ. ഇനി സ്പോയിലർ, ഒരു വർക്ക് ചെയ്യാത്ത ടർബോ, സസ്പെൻഷൻസ് എല്ലാം മാറ്റണ്ടേ. അതിനേക്കാളും മുന്നേ സസ്പെൻഷൻസ് മാറ്റാം. ഈ മീറ്ററിൽ പിടിച്ച് വെക്കുക, ഈ സ്പ്രിങ്ങിൽ പിടിച്ച് വെക്കുക. പൊക്കം കൂടും വണ്ടിയുടെ, അതിന് പൊക്കം കുറയും. ഈ പൊക്കം കുറഞ്ഞാണ് നമുക്ക് വേണ്ടത്. വണ്ടി മാത്രമല്ല, കോസ്റ്റ്യൂംസ് കാണിക്കുന്നുണ്ട് വണ്ടിയുടെ ഒപ്പം മാച്ച് ആകാൻ പറ്റുന്നത്. നിങ്ങളുടെ ഇഷ്ടം. ഇതിപ്പോൾ നീല ആയതുകൊണ്ട് നീല കോസ്റ്റ്യൂം ആയിരിക്കും ഞാൻ കാണിക്കുന്നത്. അടുത്ത പ്രോപ്സ് എടുക്കുക. ഈ സ്ക്രോൾ ചെയ്തിട്ട് ഈ വണ്ടിയുടെ ഇതെല്ലാം എടുക്കുക. അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ പോവുക, സ്ക്രോൾ ഡൗൺ ചെയ്യുക. ടർബോ എവിടെങ്ങാണ്ടോ കാണും, നീല ടർബോ ഞാൻ കണ്ടതാണല്ലോ. അതെ, ടർബോ എടുക്കുക. ഇഷ്ടമുള്ള ടർബോ എടുക്കാം. അപ്പോൾ നീല എടുക്കണം വണ്ടിയുടെ ഒപ്പം മാച്ചാക്കാൻ. ടർബോ ഫിറ്റായി. ഇനിയാണ് സ്പോയിലർ. ഇത് ഇച്ചിരി പാടായിരിക്കും സ്പോയിലർ വെക്കാൻ. സ്പോയിലർ ഈ ഒരു സ്പോയിലർ അല്ലാതെ VIP ഉണ്ടെങ്കിൽ ഏത് സ്പോയിലറും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു സ്പോയിലർ എടുത്ത്, ഈ ഒരു സ്പോയിലർ കാണാൻ കുഴപ്പമൊന്നുമില്ല. നേരെയൊക്കെയാണ് കാണാൻ കുഴപ്പമൊന്നും കാണത്തില്ല. ഇത്തിരി ചരിഞ്ഞ് വെച്ച് ചരിഞ്ഞാണോടി. അങ്ങനെയൊക്കെ മതി. അങ്ങനെ വണ്ടി ഫുള്ളായിട്ട് ഡണ്ണി. ഇത്രേ ഉള്ളൂ വണ്ടിയുടെ കാര്യം. വണ്ടി കംപ്ലീറ്റ് അല്ലേ. സ്പോയിലറേ ദേഷ്യം വന്നിട്ട് വയ്യേ. എന്തേലും ആട്ടെ, നോക്കാം. വണ്ടി ഒന്ന് നേരെ വെച്ചിട്ട് നോക്കാം. ഇപ്പം സ്പോയിലർ നേരെ വരൂ. ഇവിടെ കയറ്റാം. സെറ്റില്ലേ? ആണ്. ഇനി ഇവിടെ താര വെച്ചൊരു സ്പോയിലറുണ്ട്. ഇവിടുത്തെ മറ്റേ സ്പോയിലർ പോയിട്ടില്ലല്ലോ. വണ്ടിയുടെ കാര്യമെല്ലാം കഴിഞ്ഞ് ഇനി കോസ്റ്റ്യൂം. ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ദേഹത്തുള്ള ആക്സസറീസ് ഉണ്ടല്ലോ ഉണ്ടെങ്കിൽ ഇത് പിടിച്ചാക്കിയിട്ടല്ലോ മാറ്റുക. മുടി മാറ്റി ഞാൻ മൂന്ത അടക്കട്ടെ. ഏതെങ്കിലും ദേഹം കറുപ്പാക്കുക. ബ്ലൂ റേസിംഗ് ഹെൽമെറ്റ് എന്നടിക്കുക. ഏത് കളറാണ് അത് പിടിച്ചേക്കോ. ബ്ലൂ
ബ്ലൂ റേസിംഗ് ഹെൽമെറ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ കിട്ടത്തില്ല. റേസിംഗ് എന്ന് അടിക്കണം എന്നാൽ കിട്ടും. കുറവൊന്നും വേണ്ട. ഞാൻ ഇപ്പോൾ ഒരു കടുന്നീല വൈബാണ്. ഇത്രയും ഇതൊക്കെ നോക്കുന്നത് മേളത്തെ ഒരു നല്ല സ്റ്റൈലിലുള്ള ഇത് മതി. അത് രസമുണ്ട് കാണാൻ. അടുത്തത് കോസ്റ്റ്യൂം ദേഹം. അതിന് ഉടുപ്പുകൾ ഇത് ബ്ലൂ റേസിംഗ് ജാക്കറ്റ് എന്നടിക്കുക. ബ്ലൂ റേസിംഗ് ജാക്കറ്റ്. അപ്പോൾ ഈ ഒരു ജാക്കറ്റാണ് ഞാൻ എടുക്കുന്നത്. താഴത്തെ ഇത് കൊടുക്കാൻ പക്ഷേ ഫസ്റ്റ് കിട്ടുന്നതാണ് എടുക്കുന്നത്. അടുത്തത് റേസിംഗ് ബാൻഡ്. ഇത് കിട്ടിയില്ല നമുക്ക് ബ്ലൂ റേസിംഗ് ബാൻഡ് എന്ന് അടിക്കാം. ഓ അത് കിട്ടിയില്ല. അപ്പോൾ ബ്ലൂ റേസിംഗ് ബാൻഡ് തന്നെ വേണം. ബ്ലൂ റേസിംഗ് പാൻറ്റ് ഇത് കിട്ടും. എന്ത് ഇച്ചിരി സ്ക്രോൾ ഡൗൺ ചെയ്യണം കിട്ടണമെങ്കിൽ. ഈ ഒരു പാൻറ്റാണ് ഞാൻ അടുത്തത്. അല്ലേ ഒരെണ്ണം കൂടി കണ്ടാണല്ലോ. ബ്ലൂ റേസിംഗ് പാൻറ്റ്. ഒരെണ്ണം കൂടി ഞാൻ കണ്ട കടുനീല കളർക്കുണ്ട്. ഇത് ഇച്ചിരി കടുനീല കൂടി. അതുകൊണ്ട് നമുക്ക് ആദ്യമേ അടുത്ത് തന്നെ ഇതെടുക്കാം. ഏറ്റവും കൂടി രസം കാണാൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഫുള്ള് പരിപാടിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്പോയിലർ സ്പോയിലർ കറക്റ്റാക്കി വെച്ചല്ലേ. ഇതിങ്ങനെ ചരിഞ്ഞ് സ്പോയിലർ ഓളി നോക്കുകയാണ് ചരിഞ്ഞ. യെസ്, മൈ സ്പോയിലർ ഇസ് ചരിഞ്ഞ്. ഇതെന്ത് ഇങ്ങനൊക്കെ വെക്കുന്നു? ഓക്കെ, ഇപ്പോൾ സ്പോയിലർ. ഓക്കെ ഗൈസ്, ഇങ്ങനെയൊക്കെ സ്പോയിലർ കിട്ടി. ഞാൻ വേറെ സ്പോയിലർ എടുത്തായിരുന്നു. ആദ്യത്തെ സ്പോയിലർ എടുത്ത് മറ്റേത് വെച്ചിട്ട് കിട്ടുന്നില്ല. അപ്പം ഇത്ര ഉള്ളൂ നമ്മളുടെ റേസിംഗ് കാർ. അതിൻ്റെ ഇതും പിന്നെ സ്പീഡ് കൂട്ടണമെങ്കിൽ സ്പീഡ് കൂട്ടാം. 55 എനിക്ക് കിട്ടുന്നത്. അപ്പോൾ 55 കൊടുത്തു. ഇനി ഇതിൽ നിന്ന് ഇപ്പം ഇറങ്ങണമല്ലേ. ഇതുവരെയാണ് കയറിയത്. എങ്ങനെയാണെന്ന് പറയാം. ഇതിൻ്റെ അകത്തോടെ കയറി റോസ് റോയ്സൊക്കെ അതൊക്കെ പോട്ടെ. ഇതിങ്ങനെ തുറന്ന് നൈസായിട്ട് ഇതിൻ്റെ അകത്ത് കയറി. ഞാൻ ഇരുട്ടായില്ലേ, ലൈറ്റ് ഒന്നാണെങ്കിൽ. മോനെ സീന്. ഇത് കാണാൻ സെറ്റ്. ഇതെല്ലാം ഫ്രീ ആണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു പൈസയും പോകത്തില്ല. 100% ഉറപ്പ്. ഒരു പൈസ പോലും പോകത്തില്ല. എല്ലാം ഫ്രീ ആണ്. ഇത് ട്യൂട്ടോറിയൽ ആക്കാം. ഞാൻ ചുമ്മാ ഇതൊന്ന് ബോറടിച്ചപ്പെടുത്താണ്. കോസ്റ്റ്യൂം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ദേഹം ബ്ലാക്ക് ആക്കണമെന്ന്, സ്കിൻ കളർ ബ്ലാക്ക് ആക്കണമെന്ന്. ഇത് ഇങ്ങനെയൊക്കെ ആക്കും സ്കിന്ന്. ഹെൽമെറ്റ് വലുത് ഫുള്ളോടെ കവർ ചെയ്തില്ല. തലേ കാണാം. ബ്ലാക്ക് അടിക്കുകയാണ് ഒന്നും അറിയില്ല. ഫ്രണ്ടിൽ കൂടെ നോക്കുവാണ്, സൈഡിൽ കൂടെ ബാക്കിൽ നിന്ന് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് എന്തുവായിരുന്ന പേര്, ഗോൾഫിനൊക്കെ ഉപയോഗിക്കത്തില്ലേ, അത് പേര് മറന്നു. ഇത് പിന്നെ ഇല്ലേ ഒരു വട്ടം ഉപയോഗിക്കാൻ പറ്റൂ, പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പോയിലറും ടർബോയും പോവും. നമ്പറൊന്നും പോകത്തില്ല, റിംസും പോകത്തില്ല. അല്ല, റിംസ് പോവും, നമ്പർ പോവും, പിന്നെ സസ്പെൻഷനും പോവും, സ്പീഡും പോവും. അതുകൊണ്ട് ഇത് 1 ടൈം യൂസ് വണ്ടിയാണ്. അല്ലെങ്കിൽ ഇത് വീണ്ടും ഉപയോഗിക്കേണ്ട, അല്ലെങ്കിൽ ഇത് വീണ്ടും ഉണ്ടാക്കേണ്ട വരും. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ. എൻ്റെ അമ്മ ഈ വണ്ടി ഒന്ന് എടുക്കട്ടെ.
ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഇഷ്ടപ്പെട്ടെങ്കിൽ. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പീസ് ഔട്ട്. പിന്നെ കമൻറ്റ് അടിക്കാനും മറക്കല്ലേ.